ആഴമാർന്ന സ്നേഹമാണു നിൻ തിരുഹൃദയം. ആ മാറിലേക്ക് ചാഞ്ഞിറങ്ങട്ടെ എൻ ജീവിതം. ആ തിരുഹൃദയത്തിൽ ഞാനെന്നും വസിച്ചിടട്ടെ. ആഴമാർന്ന സ്നേഹമാണു നിൻ തിരുഹൃദയം. ആ മാറിലേ പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും നിറഞ്ഞ മനസ്സോടെ സ്വാഗതം. അമേരിക്കൻ ഫിലിം ഡയറക്ടർ ആയിരിക്കുന്ന സ്റ്റീവൻ അലൻ സ്പിൽബർഗിനെ കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. 1946 ഡിസംബർ മാസം 18-ാം തീയതിയാണ് അദ്ദേഹം അമേരിക്കയിൽ ജനിച്ചത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ആപ്തവാക്യം തന്നെയാണ് അദ്ദേഹത്തെ ഓർത്തിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അദ്ദേഹം ജീവിതത്തിൽ ഏറ്റെടുത്ത ആപ്തവാക്യം ഐ ഡോണ്ട് ഡ്രീം അറ്റ് നൈറ്റ്, ഐ ഡ്രീം ഓൾ ഡേ, ഐ ആം ഡ്രീമിംഗ് ഫോർ എ ലിവിങ്. ഞാൻ രാത്രിയിലല്ല സ്വപ്നം കാണുന്നത്, ഞാൻ പകലാണ് സ്വപ്നം കാണുന്നത്. ഞാൻ പകൽക്കാലം മുഴുവൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സ്വപ്നങ്ങളിലാണ് എൻ്റെ ജീവിതം കുടികൊള്ളുന്നത്. എത്ര മനോഹരമായ വാക്കുകളാണ് അലൻ സ്പിൽബർഗിന്റെ ജീവിതത്തെ പ്രകാശപൂരിതമാക്കിയത്. അമേരിക്കൻ സ്കൂൾ ഓഫ് തിയേറ്ററിൽ നിന്ന് അനേകം തവണ നിരാകരിക്കപ്പെട്ടവനാണ്, തള്ളപ്പെട്ടവനാണ് സ്റ്റീവ് അലൻ സ്പിൽബർഗ്. അതിന് കാരണമായി അവർ ചൂണ്ടിക്കാണിച്ചത് അവൻ പഠിച്ച ക്ലാസ്സുകളിൽ അവന്റെ ഗ്രേഡ് കുറവായിരുന്നു എന്നുള്ളതാണ്. സ്റ്റീവ് അലൻ സ്പിൽബർഗ് സ്കൂൾ പഠനവേളയിൽ ഭേദപ്പെട്ട മാർക്ക് സ്കോർ ചെയ്യുന്നതിൽ പരാജയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. വളരെ താഴ്ന്ന നിലവാരമായിരുന്നു അവന്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ അവനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തമായ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാതെ അവൻ ഏറെ വേദനപ്പെട്ടു എന്നാണ് അവനെക്കുറിച്ചുള്ള ചിന്തകളിൽ നാം മനസ്സിലാക്കുന്നത്. അമേരിക്കൻ സ്കൂൾ ഓഫ് തിയേറ്ററിൽ നിന്നും ടെലിവിഷൻ പരമ്പരകളിൽ നിന്നും ഷോർട്ട് ഫിലിം നിർമ്മാണത്തിൽ നിന്ന് പോലും ഏറെ അവഗണിക്കപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു. അമേരിക്കൻ സ്കൂൾ ഓഫ് തിയേറ്ററിൽ നിന്ന് പലവട്ടം പരിത്യജിക്കപ്പെട്ടിട്ടും തൻ്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളുടെ, സ്വപ്നങ്ങളുടെ അഗ്നി അണഞ്ഞു പോകാൻ കൂട്ടാക്കാതെ തൻ്റെ പരിശ്രമങ്ങളിൽ വ്യാപൃതനായിരുന്നു അലൻ. പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും അവനെ വേറൊരു തലത്തിലേക്ക് വളർത്തിയെന്നാണ് സ്പിൽബർഗ് അവകാശപ്പെടുന്നത്. സിനിമാ മേഖലയിൽ അവന്റെ സൃഷ്ടികൾ പലതും ത്യജിക്കപ്പെട്ടു, അർഹിക്കുന്ന പരിഗണന ലഭിക്കാതെ വന്നു. അവൻ ആ മേഖലയിൽ നിന്ന് തന്നെ പലവട്ടം പിന്തള്ളപ്പെട്ടു. എന്നിട്ടും ഒരിക്കൽ പോലും നിരാശനായി തളർന്നു പോകാതെ സ്റ്റീവ് അലൻ സ്പിൽബർഗ് തൻ്റെ പരിശ്രമങ്ങളിൽ സ്ഥിരതയോടെ മുന്നേറിയെന്നാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള പഠനങ്ങളിൽ വ്യക്തമാകുന്നത്. അവന്റെ വളർച്ചയുടെ പാരമ്യതയിൽ തുടർച്ചയായി 3 വട്ടം ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ട് അവൻ ഓസ്കാർ അവാർഡ് കരസ്ഥമാക്കി. അവൻ ഡയറക്റ്റ് ചെയ്ത ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങളായിരുന്നു ജോസ്, ജുറാസിക് പാർക്ക്, ദ കളർ പർപ്പിൾ തുടങ്ങിയ ഏറ്റവും സുന്ദരമായ ചിത്രങ്ങൾ. അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത അനേകം പടങ്ങൾ ബ്ലോക്ക് ബസ്റ്ററായി മാറി. ഇന്ന് അമേരിക്കൻ സ്കൂൾ ഓഫ് തിയേറ്ററിന്റെ ഡയറക്ടർമാരിൽ ഒരാളായി സ്റ്റീവ് അലൻ സ്പിൽബർഗ് സേവനം ചെയ്യുകയാണ്. ഈ വിജയയാത്രയിൽ അവൻ പറയുന്നു, കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ ജീവിതം പഠിപ്പിച്ച അനുഭവങ്ങളാണ് എൻ്റെ ജീവിതത്തിന്റെ നേട്ടങ്ങളിൽ എനിക്ക് കരുത്തു പകർന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾക്കൊക്കെ ഒരു അർത്ഥമുണ്ടെന്ന് തിരിച്ചറിയുക. സന്തോഷമായാലും സന്താപമായാലും നിരാശയായാലും അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന വിജയത്തിന്റെ രഹസ്യമുണ്ടെന്ന് തിരിച്ചറിയുക. അത്ഭുതകരമായി നമ്മെ വഴി നടത്തുന്ന ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ സ്ഥിരോത്സാഹിയായിരിക്കുക.
പ്രതീക്ഷകളുടെ നടുവിൽ ജീവിക്കാനായിട്ട് പരിശ്രമിക്കുക. തീർച്ചയായും നാളെയുടെ പ്രഭാതങ്ങൾ നമുക്ക് സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ആത്മനിർവൃതിയുടെയും ആയിരിക്കുമെന്ന് നമുക്ക് അഭിമാനിക്കാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു പുതിയ ദിനവും ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വചനാമൃതതാമൃതരാംഗ്രിയുഗാത്മവിലാസ महितामलतारग वचनामृततामृतराङ्ग्रियुगात्मविलास